ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ജോ ദേഖ് കർ ബി നഹി ദേഖ്തേ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ജോ ദേഖ് കർ ബി നഹി ദേഖ്തേ. कभी कभी मैं अपने मित्रों की परीक्षा लेती हूँ यह परखने के लिए कि वह क्या देखते हैं. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരെ പരീക്ഷിക്കാറുണ്ട്, അത് നിരീക്ഷിക്കാനായിട്ട്. അതായത് യഹ് പറഖ്നെ കെ ലിയേ കി വ ക്യാ ദേഖ്തേ ഹൈ, അവർക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, അവരെന്താണ് കാണുന്നത് എന്ന് നിരീക്ഷിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ പരീക്ഷിക്കാറുണ്ട്. ഓക്കെ, പരീക്ഷ ലേന എന്ന് പറഞ്ഞാൽ ജാഞ്ചന, പറഖ്ന എന്ന് പറഞ്ഞാൽ നിരീക്ഷൺ കർണ. ഓക്കെ, हाल ही में मेरी एक प्रिय मित्र जंगल की सैर करने के बाद വാപ്പസ് ലോട്ടി. അപ്പോൾ ഈടെ ആയിട്ട്, ഹാൽഹീമേ എന്ന് പറഞ്ഞാൽ ഈടെ ആയിട്ട് എൻ്റെ ഒരു പ്രിയ മിത്ര, എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി കാട്ടിലൊക്കെ പോയിട്ട്, അല്ലെ കാട്ടിൽ കറങ്ങാനൊക്കെ പോയിരുന്നു. അപ്പോൾ അതിന് ശേഷം തിരിച്ചു വന്നു, വാപ്പസ് ലോട്ടി. मैंने ഉസ്സെ പൂച്ച ആപ്നെ ക്യാ ക്യാ ദേഖ, നിങ്ങൾ എന്തൊക്കെ കണ്ടു അവിടെ എന്ന് എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ അന്വേഷിച്ചു. കുച്ച് ഖാസ് തോ നഹി, ഒന്നും അത്ര എന്താണ് ഖാസ് എന്ന് പറഞ്ഞാൽ അത്ര സ്പെഷ്യലായിട്ടൊന്നും കണ്ടിട്ടില്ല, അല്ലേ, സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഉൻകാ ജവാബ് था मुझे बहुत अचरज नहीं हुआ क्योंकि मैं अब इस तरह के उत्तरों की आदी हो चुकी हूँ. മുझे बहुत അച്ചറജ് നഹി ഹുവ. അച്ചറജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്ചര്യം, അല്ലേ, അതിശയം. എനിക്ക് അത്ര അതിശയമൊന്നും തോന്നിയില്ല. കാരണം ക്യൂങ്കി മേ അബ് ഇസ് തരഹ കെ ഉത്തരവും കി ആദി ഹോ ചുക്കി, ഇങ്ങനത്തെ ആൻസർ തന്നെയാണ് എനിക്ക് എപ്പോഴും കിട്ടാറ് മറ്റുള്ളവരിൽ നിന്നും. അപ്പോൾ അതെന്താണ് ആദി ഹോന എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം കേട്ട് 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 ശീലമായി, അല്ലേ, എപ്പോഴും കേൾക്കുന്നതായി. അത് എല്ലാവരും ഇങ്ങനെ ഇത് തന്നെയാണ് എല്ലാവരുടെയും ആൻസർ. ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. मेरा विश्वास है कि जिन लोगों की आंखें होती हैं वे बहुत कम देखते हैं. എനിക്ക് തീർച്ചയാണ്, എനിക്ക് വിശ്വാസമാണ്. എന്താണ്? കണ്ണുകളുള്ള ആളുകൾ, അല്ലേ, കണ്ണുകളുള്ളവർ വളരെ കുറച്ചേ കാണുന്നുള്ളൂ, അതാണ് സത്യം എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് സേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘൂംന ഫിർന, അല്ലേ. ഹാൽഹീമേ എന്ന് പറഞ്ഞാൽ കുച്ചി പേലെ, അത് കുറച്ച് നേരം മുമ്പ്. ഖാസ് വിശേഷ്, പിന്നെന്താണ് അച്ചരജ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, അല്ലെ, അതിശയം തോന്നുക. ആദി ഹോന എന്ന് പറഞ്ഞാൽ അത് ശീലമായി, അതായത് ആദത് ലഗ് ജാന. വിശ്വാസ് യക്കീൻ, അല്ലെ, വിശ്വാസം. ഓക്കെ, क्या यह संभव है कि भला कोई जंगल में घंटा भर घूमे और फिर भी कोई विशेष चीज़ न देखे? ഇത് സംഭവ്യമാണോ? ഞങ്ങളോട് ചോദിക്കുകയാണ്. എന്താണ് ഇത്? സംഭവ്യമാണോ? കാട്ടിൻ്റെ ഉള്ളിൽ മണിക്കൂർ കണക്കിന്, അല്ലെ, ഘണ്ടാഭർ ഭൂമി, മണിക്കൂർ കണക്കിന് അവിടെ ചുറ്റിത്തിരിഞ്ഞ് വന്നിട്ട് പറയുകയാണ് ഒന്നും അവിടെ എന്താണ് വിശേഷപ്പെട്ട ഒന്നും കണ്ടിട്ടില്ല, അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അത് സംഭവ്യമാണോ? मुझे जिसे कुछ भी दिखाई नहीं देता को भी सैकड़ों रोचक चीज़ें मिल जाती हैं. എനിക്ക് സ്വയം കണ്ണ് കാണുന്നില്ല, അല്ലേ, മുझे ദിഖായി നീ ദേത്ത, അതായത് ഞാൻ ദൃഷ്ടിഹീനാണ്. കോബി സേങ്കടോ റോച്ചക് ചീസയും, എനിക്ക് വരെ എത്ര 100 കണക്കിന്, അല്ലെ, 100 കണക്കിന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ജിനേമേ ഛൂക്കർ പേച്ചാൻ ലേത്തിയോ, അതിനെ ഞാൻ തൊട്ട് നോക്കിയിട്ട് അതിനെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. എന്ത് സാധനമാണത് എന്ന് തൊട്ട് നോക്കി ഞാൻ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. मैं भोजपत्र के पेड़ की चिकनी छाल और चीड़ की खुरदरी छाल को स्पर्श से पहचान लेती हूँ. भोजपत्र के पेड़ പിന്നെന്താണ്? ചീഡ് കി ഖുർദരി. അപ്പോൾ ഖുർദരി ചാൽ, അതായത് ഭോജ്പത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാചലിലൊക്കെ കാണപ്പെടുന്ന ടൈപ്പ് മരമാണ്, അല്ലേ. ഭോജ്പത്ര കെ പേഡ് കി ചിക്കനി ചാൽ, അതിൻ്റെ ചാൽ, അതായത് അതിൻ്റെ തോല്, അല്ലേ, അതെങ്ങനെയാണ് മരത്തിൻ്റെ തോലുള്ളത്? ചിക്കനിയാണ്. ചിക്കനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീസി, അല്ലേ, നല്ല ഷൈനിങ് ഉണ്ടാവും, തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ചിക്കനി ചാൽ ഓർ ചീഡ് കി ഖുർദരി ചാൽ, അത് പൈൻ ട്രീയുടെ എന്താണ് എങ്ങനെയായിരിക്കും ചാല്? അതിൻ്റെ തോട് ഖുർദരി, റഫായിരിക്കും. ചാൽക്കോ സ്പർശസെ പേച്ചാൻ ലേത്തി ഹൂँ. സ്പർശ് എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയിട്ട്, അല്ലേ, അതിനെ തൊട്ട് നോക്കി ഞാനതിനെ മനസ്സിലാക്കുന്നുണ്ട്. ഏത് മരമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വസന്ത് കെ ദൗറാൻ मैं टहनियों में नई कलियां खोजती हूँ. വസന്തകാലമാവുമ്പോൾ ഞാൻ എന്താണ് ടഹനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ലകൾ, മരത്തിൻ്റെ ചില്ലകൾ, അല്ലേ, മരത്തിൻ്റെ ചില്ലുകളിൽ ഞാൻ മൊട്ടുകളുണ്ടോ എന്ന് നോക്കാറുണ്ട്,
അല്ലേ, മുട്ടുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്, അതിന് തപ്പി നോക്കാറുണ്ട്. മുझे फूलों की पंखुड़ियों की मखमली सतह छूने और उनकी घुमावदार बनावट महसूस करने में अपार आनंद मिलता है. मुझे फूलों की पंखुड़ियों, അതായത് പൂക്കളുടെ ആ ഇതളുകൾ അല്ലേ, ഇത് പങ്കുടിയാം എന്ന് പറഞ്ഞാൽ ഇതളുകൾ. അപ്പോൾ ഇതളുകൾ എങ്ങനെയായിരിക്കും തൊട്ട് നോക്കുമ്പോൾ മഖ്മലി സത്ത്, അതിൻ്റെ ലെയർ എങ്ങനെയായിരിക്കും, സിൽക്കി സ്മൂത്ത് ആയിരിക്കും അല്ലേ. മഖ്മലി സത്ത് ഛൂനെ, അതിനെ തൊട്ട് നോക്കാൻ, സിൽക്കി ആയിട്ടുള്ള ആ സ്മൂത്ത് ആയിട്ടുള്ള ആ പാളി അല്ലേ, ആ ലെയർ ഇതളുകളെ തൊട്ട് നോക്കാനും. ഛൂനെ और उनकी घुमावदार बनावट, അതായത് ആ കേർവ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ആ ടെക്സ്ചർ അല്ലേ, കേർവ്ഡ് ടെക്സ്ചർ, घुमावदार बनावट महसूस करने में अपार आनंद मिलता है. ആ സ്മൂത്ത് ആയിട്ടുള്ള ഇതളുകൾ തൊട്ട് നോക്കി, പിന്നെ അതിൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള ആ ഷേപ്പ് അല്ലേ, അതും ഇങ്ങനെ തൊട്ട് നോക്കി അതിനെ ഫീൽ ചെയ്യുക. മെഹസൂസ് കർണ അല്ലേ, മെഹസൂസ് കർണമേ അപാർ ആനന്ദ് മിൽത്താ ഹെ. അതിനെ അങ്ങനെ തൊട്ട് നോക്കി ഫീൽ ചെയ്യാൻ വളരെയധികം അപാർ ആനന്ദ്, അതായത് വളരെയധികം സന്തോഷം ലഭിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ. इस दौरान मुझे प्रकृति के जादू का कुछ एहसास होता है. അപ്പോൾ ഈ നേരത്ത് അല്ലേ, इस दौरान എന്ന് പറഞ്ഞാൽ ഈ നേരങ്ങളിൽ, ഈ സമയങ്ങളിൽ എനിക്കെങ്ങനെയാണ്, മുझे प्रकृति के जादू का കുച്ച് എഹസാസ് ഹോത്താ ഹെ. ആ സമയത്ത് എനിക്ക് ശരിക്കും പ്രകൃതിയുടെ എന്തോ ഒരു മാജിക്കൽ ഫീലിംഗ് ആണ് ആ സമയത്ത് ഉണ്ടാവുക. അതിൻ്റെ ഒരു പ്രകൃതിയിൽ മാജിക്കൽ തിങ്സ് നടക്കുകയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. कभी जब मैं खुशनसीब होती हूँ तो टहनी पर हाथ रखते ही किसी चिड़िया के मधुर स्वर कानों में गूंजने लगते हैं. അപ്പോൾ ഏതെങ്കിലും ആ സമയത്ത് ഞാൻ ഭാഗ്യവശാൽ അല്ല, എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഖുഷ്നസീബ് ഹോത്തി ഹൂ തോ ടെഹനി പർ ഹാത്ത് രക്തേ, ആ ചില്ലുകളിൽ ഞാൻ കൈകളിങ്ങനെ വെക്കുമ്പോൾ തന്നെ പക്ഷിയുടെ മധുസ്വർ, ആ പക്ഷികളുടെ നല്ല മധുരമായിട്ടുള്ള ഗാനം എനിക്ക് കാതുകളിൽ മുഴങ്ങുന്ന പോലെ തോന്നും അല്ലെ, ഗൂഞ്ചിനെ ലഗ്തേ, മുഴങ്ങുന്നുണ്ടാവും ആ സമയത്ത്. ഹെലൻ കെല്ലർ ദൃഷ്ടിഹീനമായിരുന്നു, ബധിര. അപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടാണ് അതിൻ്റെ ആ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാറ്. അപ്പോൾ പക്ഷികളുടെ ആ സ്വരം അല്ലെ, അത് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് മരത്തിനെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിംഗ്, അതിൻ്റെ ആ വൈബ്രേഷൻ കൊണ്ടാണ് ആ സൗണ്ട് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഹാത്ത് രക്തേ ഹി കിസി ചിടിയാകെ മധുർ സ്വർ കാനോ മേ ഗൂഞ്ചനെ ലഗ്തി ഹെ. ആ സമയത്ത് എനിക്ക് ഫീലാവും ആ പക്ഷിയുടെ പാട്ട് അല്ലെ, പക്ഷിയുടെ പാട്ട് ഈ കാതുകളിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. अपनी अंगुलियों के बीच झरने के पानी को बहते हुए महसूस कर मैं आनंदित होती हूँ. അപ്പോൾ ഈ ഝർണയിൽ നിന്നും വരുന്ന വെള്ളം എൻ്റെ വിരലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. मुझे चीड़ की फैली पत्तियां या घास का मैदान किसी भी महंगे कालीन से अधिक प्रिय है. അപ്പോൾ चीड़ की फैली पत्तियां എന്ന് പറഞ്ഞാൽ ചീഡ്, പൈൻ ട്രീയുടെ ആ ഇലകൾ, പരന്ന് നിൽക്കുന്ന ഇലകളും, പിന്നെ ഘാസ് കാ മൈതാൻ, അതായത് പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന മൈതാനങ്ങളും ഒക്കെ ഈ വിലപിടിപ്പുള്ള കാർപ്പറ്റിനേക്കാൾ എനിക്ക് കൂടുതൽ പ്രിയമാണ്. अधिक प्रिय है. बदलते हुए मौसम का समा मेरे जीवन में एक नया रंग और खुशियाँ भर जाता है. ഈ ക്ലൈമറ്റ്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലൈമറ്റ് അല്ല, അന്തരീക്ഷം, അത് എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തെ ഇങ്ങനെ നിറങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്, സന്തോഷം കൊണ്ട് നിറയ്ക്കുകയാണ് എൻ്റെ ജീവിതത്തെ അല്ല. ഒരു പുതിയ നിറമാണത് നൽകുന്നത്. ഓരോ പ്രാവശ്യവും ഈ അന്തരീക്ഷം മാറുമ്പോൾ, ഈ ക്ലൈമറ്റ് മാറുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരു പുതിയ നിറങ്ങളാണ് അത് കൊണ്ടുവരുന്നത്. വളരെയധികം സന്തോഷം കൊണ്ട് നിറയുന്നു എൻ്റെ ജീവിതം അല്ലേ. कभी कभी मेरा दिल इन सब चीज़ों को देखने के लिए मचल उठता है. ചിലപ്പോഴൊക്കെ എൻ്റെ ദിൽ അല്ല, എൻ്റെ മനസ്സ് എപ്പോഴും പുതിയ കാര്യങ്ങൾ കാണാനായിട്ട്, ഇൻ സബ് ചീസോക്ക്, ഈ എല്ലാ കാര്യങ്ങളും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മച്ചൽ ഉട്ടായ, കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എക്സൈറ്റഡ് ആകും അല്ലേ. अगर मुझे इन चीज़ों को सिर्फ छूने भर से इतनी खुशी मिलती है तो उनकी सुंदरता देखकर तो मेरा मन मुग्ध ही हो जाएगा. ഇത് തൊടുമ്പോൾ തന്നെ എനിക്ക് ഇത്രയധികം സന്തോഷം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലേ, സിർഫ് ഛൂനെ ഭർ, അതിനെ വെറും തൊട്ടു നോക്കുമ്പോൾ തന്നെ എനിക്ക് അത്രയധികം സന്തോഷം ലഭിക്കുന്നു എങ്കിൽ, തോ ഉൻകി സുന്ദരത ദേഖ് കർ തോ മേരാ മൻ മുഗ്ധ ഹി ഹോ ജായേഗ,
പിന്നെ അതിൻ്റെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ മനസ്സെന്തായിരിക്കും, മുഗ്ധി ഹോ ജായേഗ, അതിൽ തന്നെ എന്താണ്, മുഴുകിപ്പോകുമായിരുന്നു അല്ലേ. അത്രയധികം എനിക്ക് സന്തോഷം, ഇനിയും കൂടുതൽ സന്തോഷം നൽകും, അതിൽ ഞാൻ മുഴുകിപ്പോകുമായിരുന്നു. परंतु जिन लोगों की आँखें हैं वे सचमुच बहुत कम देखते हैं. പക്ഷെ കണ്ണുകളുള്ളവരാണെങ്കിലോ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ കുറച്ചേ അവർ കാണുന്നുള്ളൂ അല്ലേ. इस दुनिया के अलग अलग सुंदर रंग उनकी संवेदना को नहीं छूते. ഈ ലോകത്തുള്ള വിവിധ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള നിറങ്ങൾ അവരുടെ ഭാവനകളെ അത് തൊടുന്നില്ല, അതായത് അവർക്കത് ഫീൽ ചെയ്യാനുള്ള കഴിവില്ല. അവർ ഈ ലോകത്തിൻ്റെ നല്ല നല്ല കാര്യങ്ങളെ അവർ ഫീൽ ചെയ്യുന്നില്ല. മനുഷ്യ അപ്നി ക്ഷമതാവും കി കഭി കദർ നെഹി കർത്ത. തൻ്റെ കഴിവുകളെ മനുഷ്യർ ഒരിക്കലും എന്താണ് വില കൊടുക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല അല്ലേ. സ്വന്തം കഴിവുകളെ അവർ വില കൽപ്പിക്കുന്നില്ല. വ ഹമേഷ ഉസ് ചീസ് കി ആസ് ലഗായേ രഹത്താ ഹൈ ജോ ഉസ്കെ പാസ് നഹി ഹൈ. തൻ്റെ പക്കൽ ഇല്ലാത്ത കാര്യങ്ങളെയാണ് അവരിങ്ങനെ എന്താണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ അല്ലേ. എപ്പോഴും മനുഷ്യർ തങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യത്തെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ആസ് ലഗായേ രഹത്താ ഹൈ ജോ ഉസ്കെ പാസ് നഹി ഹൈ. यह कितने दुख की बात है कि दृष्टि के आशीर्वाद को लोग एक साधारण सी चीज़ समझते हैं. എത്ര വിഷമമുള്ള കാര്യമാണ് ഈ ദൃഷ്ടി, അതായത് കാഴ്ചശക്തി എന്നത് ഒരു ആശീർവാദമാണ് അല്ലേ. ദൃഷ്ടിക്ക് ആശീർവാദ്ക്കു, അതായത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണത്. അപ്പോൾ ഈ അനുഗ്രഹത്തെ ആളുകൾ ഒരു സാധാരണ സി ബാത്ത് സമജ്തേ ഹൈ. സാധാരണമായിട്ടാണ് അത് കാണുന്നത്, അതിൻ്റെ വില അവർക്കറിയത്തില്ല. ജബ്കി ഇസ് നിയാമത് സെ ജിന്ദഗി കോ ഖുഷിയോं के इंद्रधनुषी रंगों से हरा भरा जा सकता है. ജബ്കി ഇസ് നിയാമത് സെ, ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലേ, കാഴ്ചശക്തി ലഭിക്കുക എന്നത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇസ് നിയാമത് സെ, ഈ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തെ തന്നെ എന്താണ് സന്തോഷം കൊണ്ട്, അതായത് ഇന്ദ്രധനുഷിൻ്റെ നിറങ്ങൾ കൊണ്ട് അല്ലെ, ഇന്ദ്രധനുഷിൻ്റെ നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സന്തോഷം അല്ലേ, സന്തോഷം കൊണ്ട് ഈ ജീവിതത്തെ ഞങ്ങൾക്ക് നിറയ്ക്കാം, അതായത് ജീവിതത്തെ തന്നെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. സ്പർശ് ഛൂന, അതായത് തൊട്ട് നോക്കുക. മഖ്മലി സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്മൂത്ത് ആയിട്ടുള്ള, അതായത് സിൽക്കി ആയിട്ടുള്ള ലെയർ. മെഹസൂസ് കർണ, അനുഭവ കർണ, അതായത് ഫീൽ ചെയ്യുക. അപാർ എന്ന് പറഞ്ഞാൽ ബഹോത്ത്, കുറേ. ഖാസ് എന്ന് പറഞ്ഞാൽ വിശേഷമായിട്ടുള്ളത്, സ്പെഷ്യലായിട്ടുള്ള. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. അച്ചരജ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, അതിശയം. ആദി ഹോന, ആദത്ത് ലഗ് ജാന, അതിന് ശീലമായിട്ട് മാറുക. വിശ്വാസ്, യക്കീൻ, വിശ്വാസം. റോച്ചക് എന്ന് പറഞ്ഞാൽ ദിൽചസ്പ്, ഇൻട്രസ്റ്റിംഗ്. ആനന്ദ് എന്ന് പറഞ്ഞാൽ ഖുഷി, സന്തോഷം. എഹസാസ് എന്ന് പറഞ്ഞാൽ അനുഭവം, അതിൻ്റെ ഒരു ഫീലിംഗ് തന്നെ. ഖുഷ് നസീബ് എന്ന് പറഞ്ഞാൽ ഭാഗ്യശാലി. മധുർ എന്ന് പറഞ്ഞാൽ മീഠ, അത് സ്വീറ്റ്. സ്വർ, ആവാസ്, ശബ്ദം. ആനന്ദിത് എന്ന് പറഞ്ഞാൽ ഖുഷ്, സന്തോഷം. സമ എന്ന് പറഞ്ഞാൽ വാതാവരണം, അന്തരീക്ഷം. മച്ചൽന, ബേച്ചാൻ ഹോന, നെർവസ് ആവുക അല്ലെങ്കിൽ എന്താണ് ടെൻഷൻ ആവുക. പിന്നെ മുഗ്ധ് ഹോന, മോഹിത് ഹോന, അതിൽ മുഴുകിപ്പോവുക, അതിൽ ആകർഷിതരാവുക അല്ലേ. സംവേദന എന്ന് പറഞ്ഞാൽ അനുഭൂതി അല്ലെങ്കിൽ ചേതന, അനുഭൂതി, ഒരു ഫീലിംഗ്, അത് ഭാവം. പിന്നെ ക്ഷമത എന്ന് പറഞ്ഞാൽ ഗുൺ അല്ലെങ്കിൽ താക്കത്ത്, അതിൻ്റെ സ്ട്രെങ്ത്ത്, കഴിവ്. കർണ എന്ന് പറഞ്ഞാൽ മാൻ ദേന, ഇസ്സത്ത് ദേന, അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക. ആസ് ലഗാന എന്ന് പറഞ്ഞാൽ ഇന്തസാർ കർണ, അതായത് വെയിറ്റ് ചെയ്യുക. പിന്നെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദേഖ്നേക്ക് ശക്തി, അതായത് കാഴ്ചശക്തി. പിന്നെ ഇന്ദ്രധനുഷി രംഗം എന്ന് പറഞ്ഞാൽ റെയിൻബോ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്. പരഖ്നെ എന്ന് പറഞ്ഞാൽ ജാഞ്ച്നെ, ചെക്ക് ചെയ്യുക അല്ലേ. जिन लोगों के पास आँखें हैं वे सचमुच बहुत कम देखते हैं. हेलन केलर को ऐसा क्यों लगता था? കാഴ്ചശക്തി ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ അവർ കാണുന്നുള്ളൂ എന്ന് ഹെലൻ കെല്ലർ എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഹെലൻ केलर ने ऐसा इसलिए कहा क्योंकि जो लोग किसी चीज़ को निरंतर देखने के आदी हो जाते हैं वे उनकी तरफ अधिक ध्यान नहीं देते. അപ്പോൾ പറയുകയാണ് എന്താണ്, ഹെലൻ കെല്ലറിനെ ऐसा इसलिए कहा, എന്തുകൊണ്ടാണ് പറഞ്ഞത്? ക്യോങ്കി ജോ ലോഗ് കിസി ചീസ് കോ, ഏതെങ്കിലും സാധനത്തെ നിരന്തരമായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും സാധനത്തെ നോക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അത് കൺമുമ്പിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, വേ ഉൻകി തരഫ് അധിക് ധ്യാൻ നെഹി ദേത്തെ, ആ സാധനത്തെ അവർ കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല അല്ലേ. അധിക് ധ്യാൻ, അതിൽ ശ്രദ്ധിക്കത്തില്ല ആ സാധനത്തെ. ഉൻകെ മൻ മേ ഉസ് വസ്തു കെ പ്രതി കോയി ജിജ്ഞാസ नहीं रहती.
അപ്പോൾ ആ സാധനത്തെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല, ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം അല്ലേ. ഈശ്വർ കി ദി ഗയി ദേൻ കാ വ ലാഭ് നഹി ഉഠാ സക്തെ. അപ്പോൾ ഈശ്വരൻ നൽകിയ ഈ എന്താണ് അനുഗ്രഹം അല്ലേ, അതിൽ നിന്നും അവർക്ക് ലാഭം എടുക്കാൻ സാധിക്കുന്നില്ല. അതായത് അവരതിനെ ഉപകരിക്കുന്ന രീതിയിൽ ഈ കാഴ്ചശക്തി അല്ലേ, കാഴ്ചശക്തിയെ ശരിയായ രീതിയിൽ അവർ ഉപകരിക്കുന്ന രീതിയിൽ അവർ എന്താണ് അത് യൂസ് ചെയ്യുന്നില്ല, ഉപകാരപ്രദമായ രീതിയിൽ അവരത് യൂസ് ചെയ്യുന്നില്ല അല്ലേ. ഈശ്വർ കി ദി ഗയി ദേൻ കാ വഹ് ലാഭ് നഹി ഉഠാ സക്തെ. അപ്പോൾ ഈശ്വരൻ നൽകിയ ഈ അനുഗ്രഹം അവർ ശരിയായ രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രകൃതി കാ ജാദു കിസെ കഹാ ഗയാ ഹെ. പ്രകൃതിയുടെ എന്താണ് മാജിക് എന്ന് എന്തിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, എന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി കാ ജാദു വ ഹെ ജോ പ്രകൃതി കെ രൂപ് മേ നിത്യ കുച്ച് ന കുച്ച് പരിവർത്തൻ കർത്താ ഹെ. അപ്പോൾ പ്രകൃതിയുടെ മാജിക് എന്ന് പറയുന്നത് പ്രകൃതിയുടെ രൂപത്തെ ഓരോ ദിവസവും അല്ലേ നിത്യേന കുച്ച് ന കുച്ച് പരിവർത്തൻ കർത്ത, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്, അതിനെയാണ് മാജിക് എന്ന് പറയുന്നത്, പ്രകൃതിയുടെ മാജിക്. പ്രകൃതി അപ്നെ രൂപ് കെ ആകർഷൺ സെ ഹമേ അപ്നി ഓർ ജാദു കി തറഹ് ആകർഷിത് കർത്തി. പ്രകൃതി ഞങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്, തൻ്റെ എന്താണ് ആ ഭംഗി അല്ലെ, പ്രകൃതിയുടെ സൗന്ദര്യം ഞങ്ങളെ എന്താണ് ആകർഷിപ്പിക്കുകയാണ് പ്രകൃതി സ്വയം അല്ലേ. അപ്പോൾ ജാദു കി തറ ആകർഷിത് കർത്തി ഹെ പ്രകൃതി ഹമേ. അത് മാജിക്കിനെ പോലെയാണ്. प्रकृति में विविधता है, अलग अलग वृक्षों की अलग अलग घुमावदार बनावट और उनकी छाल और पत्तियां होना, फूलों का खिलना, कलियों की पंखुड़ियों की मखमली सतह, बागों में पेड़ों पर गाते पक्षी, कलकल करते बहते हुए झरने, कालीन की तरफ फैले हुए घास के मैदान आदि प्रकृति के जादू है. ഇതൊക്കെ പ്രകൃതിയുടെ എന്താണ് മാജിക്കാണ് അല്ലേ. പ്രകൃതി മേ വിവിധത ഹെ, പ്രകൃതിയിൽ എന്താണ് വൈവിധ്യമുണ്ട്. എന്തൊക്കെയാണ്? വെവ്വേറെ തരത്തിലുള്ള വൃക്ഷങ്ങൾ അല്ലേ, വെവ്വേറെ തരത്തിൽ എന്താണ് കേർവ്ഡ് ഇത് ഉള്ളത്, എന്താണ് ടെക്സ്ചറുള്ള ബനാവട്ട് അല്ലേ, ഓർ ഉൻകി ഛാൽ, അതിൻ്റെ ആ തോട്, മരത്തിൻ്റെ എന്താണ് ആ ബാർക്ക് അല്ലേ, അതൊക്കെ എന്താണ്, ഓർ പത്യാം ഹോന, ഇലകൾ, പൂക്കൾ വിരിയുന്നത്, പിന്നെ എന്താണ് മൊട്ടുകൾ അല്ലെ, പിന്നെ ഇതളുകളെ പറ്റിയാണ് പറയുന്നത്. മഖ്മലി സത്ത്, നല്ല സ്മൂത്തായിട്ടുള്ള അല്ലെ സിൽക്ക് പോലത്തെ പങ്കുടിയാം. പിന്നെ എന്താണ് ബാഗോമേ പേടോം പർ ഗാത്തെ പക്ഷി. അപ്പോൾ ഗാർഡനിൽ എന്താണ് പേടോം പർ ഗാത്തെ പക്ഷി, പാട്ട് പാടുന്ന പക്ഷി. കൽക്കൽ കർത്തെ ബഹത്തെ ഹുവേ ഝർനെ. അപ്പോൾ ഝർന ഫൗണ്ടെയിനൊക്കെ ഇങ്ങനെ കൽക്കൽ എന്ന സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ ഒഴുകുകയാണ്. കാലീൻ കി തരഫ് ഫൈലെ ഹുവേ ഘാസ് കെ മേദാൻ, കാർപ്പറ്റിനെ പോലെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന എന്താണ് പുല്ലുകൾ അല്ലേ, പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന മൈതാനം. ഇതൊക്കെ എന്താണ് പ്രകൃതിയുടെ ജാദു തന്നെയാണ്, പ്രകൃതിയുടെ മാജിക് തന്നെയാണ് ഈ കാണുന്ന, അതായത് പ്രകൃതിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന രൂപങ്ങളാണിതൊക്കെ. അതൊക്കെ എന്താണ് ഒരു മാജിക്കൽ എഫക്റ്റാണ് കൊടുക്കുന്നത് അല്ലേ. പ്രകൃതിക്ക ജാദു എന്നിതിനെ തന്നെയാണ് പറയുന്നത്. कुछ खास तो नहीं, हेलन की मित्र ने यह जवाब किस मौके पर दिया और यह सुनकर हेलन को आश्चर्य क्यों नहीं हुआ? कुछ खास तो नहीं, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്ന് ഹെലൻ്റെ കൂട്ടുകാരി എന്തുകൊണ്ട് അങ്ങനെ ആൻസർ കൊടുത്തു? ഏത് സിറ്റുവേഷനിലാണ് അങ്ങനെ ആൻസർ കൊടുത്തത്? മോക്കെ പർ അല്ലേ, ഏത് സിറ്റുവേഷനായിരുന്നു അത്? और यह सुनकर हेलन को आश्चर्य क्यों नहीं हुआ, ഇത് കേട്ടപ്പോൾ ഹെലനിൽ എന്തുകൊണ്ട് അതിശയം തോന്നിയില്ല, ആശ്ചര്യ नहीं हुआ? प्रकृति में चारों ओर देखने और समझने की बहुत सी चीज़ें हैं. പ്രകൃതിയുടെ നാല് വശത്തും ചുറ്റും അല്ലേ देखने और समझने की बहुत सी चीज़ें हैं, കാണാനും എന്താണ് അറിയാനും അല്ലേ, അതിനെപ്പറ്റി മനസ്സിലാക്കാനും കുറേ കാര്യങ്ങളുണ്ട്. बहुत सी चीज़ें हैं, കുറേ സാധനങ്ങളുണ്ട്. फिर भी उनकी मित्र कह रही हैं कि मैंने कुछ खास नहीं देखा. എന്നിട്ടും കൂട്ടുകാരി പറയുകയാണ് ഞാൻ മെയിനായിട്ടൊന്നും കണ്ടില്ല, അവിടെ വിശേഷമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന്. എന്തുകൊണ്ട് എന്നാണ് പറയുന്നത്. ലേഖിക കാ മാനന ഹേ കി വേ കുച്ച് ഭി ദേഖ്നാ ഹി നഹീ ചാഹത്തി. എന്തുകൊണ്ടായിരിക്കാം കൂട്ടുകാരി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഹെലൻ കെല്ലർ പറയുന്നത്. കാരണം ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ, എന്താണ് ഫ്രണ്ടിന് അത് കാണാനുള്ള ആഗ്രഹമേ ഇല്ല. കുച്ച് ഭി ദേഖ്നാ ഹി നഹീ ചാഹത്തി, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. സ്വയം ഒട്ടും എന്താണ് കാണണം എന്നൊരു ആഗ്രഹം ഇല്ല. ഉൻ
चीज़ों की चाह ज़रूर करती हैं जो उनके आसपास नहीं है. ബാക്കി ചുറ്റുവട്ടം ഇല്ലാത്ത കാര്യങ്ങളെയാണ് അവർ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ അല്ലേ, കാഴ്ചയുള്ളവർ. അവർ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ചുറ്റുവട്ടം ഇല്ലാത്ത കാര്യങ്ങളെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് ചുറ്റുമുള്ള കാര്യങ്ങളെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണ് ലേഖിക പറയുന്നത്. किस मौके पर कहा था मित्र ने, ഏത് സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞത്? वे घूमने के लिए जंगल गए हुए थे और वापस आने के बाद हेलन केलर ने जब पूछा कि क्या देखा वहाँ पे, तो तभी मित्र ने ये जवाब दिया था അല്ലേ. ജംഗളിൽ ഇങ്ങനെ കറങ്ങാൻ പോയ സമയത്ത് മിത്ര തിരിച്ചു വന്നപ്പോൾ അല്ലേ, ഫ്രണ്ട് തിരിച്ചു വന്നപ്പോൾ ഹെലൻ കെല്ലർ ചോദിച്ചു എന്താ അവിടെയൊക്കെ കണ്ടത്, വിശേഷമായിട്ട് എന്താ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ് ഈ കുച്ച് ഖാസ് തോ നഹി എന്ന ആൻസർ അല്ലേ. हेलन केलर प्रकृति की किन चीज़ों को छूकर और सुनकर पहचान लेती थी, പാട്ട് के आधार पर इसका उत्तर लिखो. ഹെലൻ കെല്ലർ പ്രകൃതിയുടെ ഏതൊക്കെ സാധനങ്ങളെയാണ് തൊട്ടു നോക്കിയും പിന്നെ കേട്ടുകൊണ്ടും അതിൻ്റെ എന്താണ് ശബ്ദം കേട്ടും ഒക്കെ മനസ്സിലാക്കാറുണ്ടായിരുന്നത്. പിന്നെ പാട്ട് के आधार पर इसका उत्तर लिखो. പാഠത്തിന് എന്താണ് ആധാരം, അതായത് അധ്യായം കേന്ദ്രീകരിച്ച് ഈ പാഠം കേന്ദ്രീകരിച്ചിട്ട് ആൻസർ എഴുതാൻ. ഹെലൻ കെല്ലർ प्रकृति की अनेक चीज़ों जैसे भोजपत्र, पेड़ की चिकनी छाल, പിന്നെ चीड़ की खुरदरी छाल, പിന്നെ टहनियों में नई कलियां, फूलों की पंखुड़ियों की बनावट और छूकर और सूंघ कर पहचान लेती थी. सांकर अല്ല सूंघ कर പഹചാൻ ലെത്തി. അപ്പോൾ ഹെലൻ കെല്ലർ ഈ പ്രകൃതിയുടെ അനേക സാധനങ്ങളെ അല്ലേ അതെങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? ഇപ്പോൾ ഭോജ്പത്ര പേട് ആണ് എന്നെങ്ങനെ മനസ്സിലാക്കിയിരുന്നു? അതിനെ തൊട്ടു നോക്കിയിട്ട് അതിൻ്റെ ഛാൽ, അതായത് അതിൻ്റെ ബാർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും ആദ്യം. അപ്പോൾ ചിക്നി ഛാൽ ആണെങ്കിൽ അത് ഭോജ്പത്രിൻ്റെ മരമാണ് എന്ന് മനസ്സിലാക്കും. പിന്നെ ചീഡ് കി ഖുർദരി ഛാൽ, ചീഡ് എന്ന് പറഞ്ഞാൽ പൈൻ അല്ലേ, പൈൻ ട്രീ. അപ്പോൾ അതാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? അത് ഖുർദരി ഛാൽ, ഒരു കർക്കരി എന്താണ് റഫ് ഇതുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാർക്ക് തൊട്ട് നോക്കുമ്പോൾ അത് എന്താണ് ഖുർദരി ആണെങ്കിൽ അത് ചീടിൻ്റെ മരമാണെന്ന് മനസ്സിലാക്കും. പിന്നെ ടഹനിയോമേ നെയ് കലിയാം, മറ്റേ മരച്ചില്ലുകളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. പിന്നെ ഫൂലോം കി പങ്കുടിയോം കി ബനാവട്ട, പൂക്കളുടെ എന്താണ് ഇതളുകൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതെന്താണ് സിൽക്കി ആയിട്ടുള്ള അതിൻ്റെ ടെക്സ്ചറും പിന്നെ എന്താണ് അതിൻ്റെ കേർവ്ഡ് ടെക്സ്ചറൊക്കെ മനസ്സിലാക്കിയെടുക്കും, അതിൻ്റെ ഷേപ്പ് അല്ലേ. പിന്നെ ചൂക്കർ ഓർ സുങ്കർ പഹചാൻ ലെത്താൻ, ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടും പിന്നെന്താണ് മണുത്ത് നോക്കിയിട്ടും പിന്നെ ഇങ്ങനെ കേൾക്കുന്നത് എങ്ങനെയാണ്, അതായത് പക്ഷികളിങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ മരത്തിന് തൊട്ട് അതിൻ്റെ വൈബ്രേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കേൾക്കാറും ഉണ്ടായിരുന്നത്. ഓക്കെ. जबकि इस नियामत से ज़िंदगी को खुशियों की इंद्रधनुषी रंगों से हरा भरा किया जा सकता है. तुम्हारी नज़र में इसका क्या अर्थ हो सकता है? അപ്പോൾ ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ഈസ് നിയാമത് സെ, അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലേ, കാഴ്ച എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ ജിന്ദഗിക്കു ഖുഷിയോം കെ ഇന്ദ്രധനുഷി രംഗോം സെ ഹരാ ഭരാ കിയാ ജാ സക്താ ഹെ. അപ്പോൾ ഇന്ദ്രധനുഷും പിന്നെന്താണ് സന്തോഷത്തെ എന്താണ് ഇന്ദ്രധനുഷുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഖുഷിയോം കെ ഇന്ദ്രധനുഷി രംഗോം സെ ഹരാ ഭര, അതായത് ജീവിതം മുഴുവനും സന്തോഷം കൊണ്ട് നിറയ്ക്കാം ഈ കാഴ്ച ശക്തി ഉണ്ടെങ്കിൽ. തുമാരി നസർമേ ഇസ്കാ ക്യാ അർത്ഥ ഹോ സക്താ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ എന്തായിരിക്കാം അർത്ഥം? ഹമാരി ആംഖേ അൻമോൽ ഹോത്തി ഹൈ, ഇതുകൊണ്ട് എന്താണ് അൻമോൽ, അത് വിലപ്പെട്ടതാണ് ഞങ്ങളുടെ എന്താണ് കണ്ണുകൾ അല്ലേ. സംസാർ കി സാരി ഖൂബ്സൂരത്തി ആംഖോ സേ ഹി ഹൈ, ഈ ലോകത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും കണ്ണുകളിൽ തന്നെ എന്ന് പറയാം. ജീവൻ കെ സഭി രംഗ് ആംഖോ സേ ഹി ഹൈ, അപ്പോൾ എല്ലാ നിറങ്ങളും കണ്ണുകൾ കൊണ്ട് തന്നെയാണ്. അതഹ യ ജിന്ദഗി കി ബഹുത് ബഡി ദേൻ ഹെ, അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് കണ്ണുകളുള്ളത്, അതായത് കാഴ്ചശക്തി ഉള്ളത് എന്നത്. ഇസ്മേ ജിന്ദഗി കോ രംഗീൻ ഓർ ഖുഷ്ഹാൽ ബനായ ജാ സക്താ ഹെ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ എന്താണ് കളർഫുള്ളാക്കാം, കൂടുതൽ സന്തോഷം അല്ലേ, കളർഫുള്ളും പിന്നെന്താണ് സന്തോഷം കൊണ്ട് നിറയ്ക്കാം ഞങ്ങളുടെ ജീവിതത്തെ. ഓർ അപ്നെ സാരെ ദുഃഖോം കോ ഭുലായ ജാ സക്ത, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളെയും ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കും.
പാഠ് മേ സ്പർശ से संबंधित कई शब्द आए हैं. ഈ അധ്യായത്തിൽ ഇങ്ങനെ എന്താണ് സ്പർശം വെച്ചിട്ട് കുറേ ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നീച്ചെ ऐसे कुछ और शब्द दिए गए हैं. കുറച്ച് കൂടുതൽ ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ बताओ कि किन चीज़ों का स्पर्श होता है. ഏതൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ചിക്കന എങ്ങനെയായിരിക്കും കാണാൻ, ഏതൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ടെക്സ്ചർ അല്ലേ, അതിൻ്റെ ഏതൊക്കെ സാധനത്തിൻ്റെ ടെക്സ്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കന തേൽ ഘീ ക്രീം മേ ചിക്കനാപ്പൻ ഹോത്താ ഹെ. അതായത് ഗ്രീസി ആയിരിക്കുന്ന സാധനങ്ങൾ അല്ലേ, എണ്ണ, നെയ്യ്, പിന്നെ ക്രീം, അതൊക്കെ എന്താണ് ഗ്രീസി ആയിരിക്കും. ചിക്കനാപ്പൻ ഹോത്താ ഹെ. മുലായം എന്ന് പറഞ്ഞാൽ എന്താണ്, സിൽക്കി ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ രേഷ്മി കപ്പട, സിൽക്കി കപ്പട അല്ലേ, സിൽക്കി മെറ്റീരിയൽ, അതൊക്കെ സിൽക്ക് മെറ്റീരിയൽ അതൊക്കെ എന്താണ് സ്മൂത്ത് ആയിരിക്കും, എന്താണ് മുലായം ഹോക. ഖുർദറ എന്ന് പറഞ്ഞാൽ ലക്കടി ഛാൽ ഖുർദരെ ഹോത്തേം. കൂടുതൽ മരത്തിൻ്റെ എന്താണ് തോട്, ആ തോല്, അതിനെന്താ പറയുക, ബാർക്ക് അല്ലേ, അതെങ്ങനെയായിരിക്കും ഖുർദരെ, റഫായിരിക്കും ഞങ്ങൾ തൊട്ട് നോക്കുമ്പോൾ കൂടുതലും അല്ലേ ഖുർദര. സഖ്ത് അതായത് നല്ല കട്ടിയുള്ളത്, ലോഹ, പത്തർ, ലക്കടി അല്ലേ, അതൊക്കെ ഞങ്ങളിപ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും അതിന്. അപ്പോൾ സഖ്ത് നല്ല സ്ട്രെങ്ത് ഉള്ളത്. ചിപ് ചിപ്പ എന്ന് പറഞ്ഞാൽ ഗോന്ത്, ഗോന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പശ അല്ലേ, ഗോന്ത് പശയാണ്. അപ്പോൾ ചിപ് ചിപ്പ എന്ന് പറഞ്ഞാൽ ഒട്ടുന്ന ടൈപ്പ്. ബുർബുറ എന്ന് പറഞ്ഞാൽ റേത്ത് ബുർബുറ ഹോത്തായ. ബുർബുറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ലേ, അത് ഇങ്ങനെ വീഴുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ ബുർബുറ ഒരു തരം ഇങ്ങനെ കരകരാന്നിരിക്കും അത്. അപ്പോൾ ബുർബുറ, റേത്ത് ബുർബുറ ഹോത്തായ. अगर मुझे इन चीज़ों को छूने भर से इतनी खुशी मिलती है तो उनकी सुंदरता देखकर तो मेरा मन मुग्ध ही हो जाएगा. തൊട്ട് നോക്കുമ്പോഴേക്കും ഇത്ര സന്തോഷമാണെങ്കിൽ പിന്നെ അതിന് ശരിക്കും എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ, അതിൻ്റെ ഭംഗി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൽ മുഴുകിപ്പോവും അല്ലേ, മുഗ്ധ ഹി ഹോ ജായേഗ, അതിൽ തന്നെ മുഴുകിപ്പോവും. ऊपर रेखांकित संज्ञाएं क्रमशः किसी भाव और किसी की विशेषता के बारे में बता रही हैं. അതൊരു എന്താണ് ഭാവത്തെ അല്ലെങ്കിൽ എന്താണ് വിശേഷതയാണ് കാണിക്കുന്നത്. ऐसी संज्ञाएं ഭാവവാചക് कहलाती हैं. അപ്പോൾ അതിനെന്താണ് പറയുന്നത്, ഭാവവാചക് എന്നാണ് പറയുന്നത്. गुण और भाव के अलावा भाववाचक संज्ञाओं का संबंध किसी की दशा और किसी कार्य से भी होता है. അത് ഭാവവാചക് സംജ്ഞ എന്ന ദശയും പിന്നെ എന്താണ് കാര്യവും, അതായത് ഏത് സമയത്താണ് ഏത് സിറ്റുവേഷനിലാണ് നടക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്നുമായിട്ടും ബന്ധമുണ്ടാവും. അപ്പോൾ ഭാവവാചക് എന്ന് പറഞ്ഞാൽ ഭാവ് കാണിക്കും, ഭാവം കാണിക്കും, പിന്നെന്താണ് വിശേഷത അല്ലേ അത് കാണിക്കും. പിന്നെന്താണ് ഗുൺ ഓർ ഭാവ്, അത് മാത്രമല്ല ദശ, അത് ഏത് അതിൻ്റെ സിറ്റുവേഷനും പിന്നെ ഏത് കാര്യമാണ് നടക്കുന്നത് എന്നും കാണുന്നതാണ് ഭാവവാചക്. ഭാവവാചക് क्या क्या दिखाते हैं, भाव, गुण और दशा दिखाते हैं है. भाववाचक संज्ञा की पहचान यह है कि इससे जुड़े शब्दों को हम सिर्फ महसूस कर सकते हैं. എന്താണ് ഫീൽ ചെയ്യാൻ മാത്രമേ ആകത്തുള്ളൂ ഭാവവാചക് അല്ലെ, ഭാവം ദേഖ്യ ഛൂ नहीं सकते, അതിന് കാണാനും തൊടാനും സാധിക്കത്തില്ല. ഭാവവാചക് വെറും ഫീൽ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. आगे लिखी भाववाचक संज्ञाओं को पढ़ो और समझो. इनमें से कुछ शब्द സജ്ഞ ഓർ ക്രിയ സേ ബനെ ഹെ. അപ്പോൾ അത് താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ച് അതിന് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും കുച്ച് ശബ്ദ് സജ്ഞ ഓർ ക്രിയ സേ ബനെ ഹെ, കുറച്ച് ശബ്ദങ്ങൾ നാമം കൊണ്ടും പിന്നെ കുറച്ച് ക്രിയ കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളത് അല്ലേ. ഉനെ ഭി പഹചാൻ കർ ലിഖോ, അതും വ്യത്യാസപ്പെടുത്തിയിട്ട് എഴുതാൻ, അതായത് വേർതിരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കി വേർതിരിച്ച് എഴുതണം. ഇവിടെ ഭാവവാചക് സംജ്ഞ ഏതാണ്, മിഠാസ് ആണെങ്കിൽ മൂൽ ശബ്ദം അതിൻ്റെ മീഠ, അത് വിശേഷനാണ്. ഭൂക്ക് എന്നതിൻ്റെ മൂൽ ശബ്ദം ഭൂക്ക, അത് വിശേഷനാണ്. ശാന്തി എന്ന ഭാവവാചക് സംജ്ഞയുടെ മൂൽ ശബ്ദം ശാന്ത്, അത് വിശേഷനാണ്. ഭോലാപ്പൻ എന്ന ഭാവവാചക് സംജ്ഞയുടെ മൂൽ ശബ്ദം ഭോല, വിശേഷൻ. പിന്നെ ബൂഢാപ്പ അല്ലെ, ബൂഢാപ്പ ഭാവവാചക് സംജ്ഞയാണ്. അപ്പോൾ അതിന് മൂൽ ശബ്ദം എന്താണ്, ബൂഢ, വിശേഷനാണ്. പിന്നെ ഘബ്രാഹട്ട് എന്ന് പറഞ്ഞതിൻ്റെ മൂൽ ശബ്ദം ഘബ്രാന, പേടിക്കുക അല്ലേ, അത് ക്രിയയാണ്. ബഹാവ് പിന്നെ ബഹന, മൂൽ ശബ്ദം ബഹനയാണ്, അത് ക്രിയയാണ് അല്ലേ. ഫുർത്തി ഫുർത്തീല, വിശേഷനാണ്. താസ്ഗി താസ, വിശേഷനാണ്. മസ്ദൂരി മൂൽ ശബ്ദം മസ്ദൂർ, പിന്നെ അതെന്താണ് സംജ്ഞയാണ്. എഹസാസ് മൂൽ ശബ്ദം എന്താണ്, മൂൽ ശബ്ദം എഹസാസ് തന്നെയാണ്, പിന്നെ അത് വിശേഷനാണ്. ഓക്കെ, ഭാവവാചക് സംജ്ഞയിൽ ഗുണങ്ങൾ, ഭാവങ്ങൾ, പിന്നെ വിശേഷണങ്ങൾ മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്, അത് ക്രിയ, ഏത് ദശ ഏത് സമയത്താണ് അത് നടക്കുന്നത്, പിന്നെ ക്രിയ അതുമായിട്ടും ഭാവവാചക് സംജ്ഞയ്ക്ക് ബന്ധമുണ്ട്. ഓക്കെ.
ഇവിടെ മീഠ എന്ന ആ മൂലശബ്ദം അതാണ് വിശേഷൺ. അപ്പോൾ ആ വിശേഷൻ്റെ ഭാവവാചക സംജ്ഞയാണ് മിഠാസ്. എന്തെങ്കിലും ഒരു സ്വീറ്റ് അല്ലെ ബഹുത് മീഠാ ഹെ, അത് വിശേഷിപ്പിക്കുകയാണ് ആ സ്വീറ്റിന്. പിന്നെന്താണ് ശാന്ത് സ്വഭാവക്കാൽ എടുക്കുക, അത് ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നതാണ് ശാന്ത സ്വഭാവം എന്നത്. അതിൻ്റെ ഭാവവാചക സംജ്ഞയാണ് ശാന്തി എന്നത്. പിന്നെന്താണ് ക്രിയ അല്ലേ, ഘബ്രാന എന്ന് പറഞ്ഞത് ഒരു ക്രിയയാണ്. പിന്നെ ബഹന എന്ന് പറഞ്ഞത് ഒരു ക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ഭാവവാചക സംജ്ഞയാണ് ബഹാവ്. ബഹന എന്നതിൻ്റെ ഒഴുകുക അല്ലേ, അതിൻ്റെ എന്താണ് ഭാവവാചക സംജ്ഞയാണ് ബഹാവ്. പിന്നെ ഘബ്രാന എന്ന ക്രിയയുടെ ഭാവവാചക സംജ്ഞയാണ് ഘബ്രാഹട്ട്. ഓക്കെ. പിന്നെ സംജ്ഞയുടെ തന്നെ, അതായത് സംജ്ഞ മസ്ദൂർ എന്നത് ഒരു നാമമാണ്, അതായത് സംജ്ഞയാണ്, അതിൻ്റെ ഭാവവാചക സംജ്ഞയാണ് മസ്ദൂരി. ഓക്കെ. मैं अब इस तरह के उत्तरों की आदी हो चुकी हूँ. ഞാൻ ഇങ്ങനത്തെ എന്താ കാര്യങ്ങൾ, ഈ ഇങ്ങനത്തെ ആൻസർ കേട്ടിട്ട് ഇപ്പോൾ ശീലമായി എനിക്കിതൊക്കെ കേട്ടിട്ട്. ഉസ് ബഗീച്ചെ മേ ആം, അമൽത്താസ്, സേമൽ ആദി തരത്തിറക്കിയ പേട്ടെ, ആ തോട്ടത്തിൽ വെറൈറ്റി ആയിട്ടുള്ള എന്താണ് മരങ്ങളുണ്ടായിരുന്നു അല്ലേ, നല്ല വെറൈറ്റിയിൽ. ഊപ്പർ ദിയെ ഗയെ ദോനോ വാക്യോ മേ രേഖാങ്കിത് ശബ്ദ് ദേഖ്നെ മേ മിൽത്തെ ജുൽത്തെ ഹെ. അപ്പോൾ ഒരുപോലെ കാണാൻ ഒരുപോലെയുള്ള ശബ്ദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പർ ഉൻകെ അർത്ഥ ഭിന്ന ഹെ, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് വ്യത്യാസമുണ്ട്. नीचे ऐसे कुछ शब्द और शब्द दिए गए हैं, वाक्य बनाकर उनका अर्थ स्पष्ट करो. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് താഴെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കിയിട്ട് വാക്യത്തെ പ്രയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവധി അവധി, मैं और दिन दीन, मैल मैल, सील सिल शील. അവധി യ പ്രശ്നപത്ര പൂരാ കർണിക്ക് അവധി 3 घंटे. ഇവിടെ അവധി എന്ന് പറഞ്ഞാൽ സമയപരിധി എന്നാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ 3 മണിക്കൂറേ ഉള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവധ് ക്ഷേത്രമേ അവധി ഭാഷ ബോലി ജാത്തി. അവധിയിൽ എന്താണ് അവധി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവധി. മേ സുമൻ സേ മേരി മുലാഖാത്ത് ബഗീച്ചെ മേ ഹുയി. ബഗീച്ചെ മേ, അവിടെ മേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ന അർത്ഥമാണ് വരുന്നത്. മേ ദില്ലി കാ നിവാസിയു, ഞാൻ എന്ന അർത്ഥമാണ് മേ എന്നുള്ളത്. ഞാൻ ദില്ലിയിൽ താമസിക്കുന്ന നിവാസിയാണ്, അവിടെ താമസിക്കുന്ന ആളാണ്. മേൽ എന്ന് പറഞ്ഞാൽ മിത്രോങ്കോ ആപ്പസ് മേ മേൽ സേ റഹനാ ചാഹിയെ. മേൽ, അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവരും ഇങ്ങനെ എന്താണ് ഒരുമിച്ച് നിൽക്കണം. മേൽ എന്ന് പറഞ്ഞാൽ ഈ സാബുൻ സെ കപ്പടേ മേ മേൽ നഹി റഹിക. മേൽ എന്ന് പറഞ്ഞാൽ ചെളി. ഈ സാബുൻ സെ, ഈ എന്താണ് സോപ്പ് ഉപയോഗിച്ചിട്ടാൽ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഡ്രസ്സിൽ ചെളി നിൽക്കത്തില്ല. ഓർ യഹ് രാസ്ത മേരെ ഘർ കി ഓർ ജാത്താ ഹെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ആ സൈഡിലാണ് ഈ വഴി പോകുന്നത് എന്നർത്ഥത്തിലാണ് ഓർ എന്ന് ഇവിടെ. ഓർ എന്ന് പറഞ്ഞാൽ രാം ഓർ ശ്യാം അല്ലേ, അവർ രണ്ടുപേരുടെയും കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് ഓർ എന്ന് പറയുന്നത്. ആജ് ദിൻ ബഡാ സുഹാന ഹെ. ഇന്ന് എന്താണ് ദിവസം നല്ല രസമാണ് ഇന്നത്തെ ദിവസം. ദിൻ സുഹാന. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖിതൻ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അസുഖം വരും അല്ലേ. ഹമേ ദീൻ ദുഃഖിയോങ്കി സഹായത കർണി ചാഹിയെ. ദീൻ എന്ന് പറഞ്ഞാൽ അത്ര സുഖമില്ലാത്ത കാര്യം അല്ല, അസുഖമാണ്. സിൽ എന്ന് പറഞ്ഞാൽ സിൽ പർ മസാല പിസ് റഹി ഹെ. സിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള എന്താണ് സ്ലാബ് എന്നൊക്കെ പറയാം. സിൽ പർ മസാല ഇങ്ങനെ പൊടിക്കുകയാണ്. ഷീൽ എന്ന് പറഞ്ഞാൽ ഷീൽ സ്വഭാവക്കെ ലോക് സബ്കോ അച്ഛേ ലഗ്തേ. ആ ഷീൽ സ്വഭാവമുള്ള നല്ല സ്വഭാവമുള്ള ആളുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് വാക്യത്തിൽ പ്രയോഗിച്ചതാണ് ഇതൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്